നമസ്കാരം, ടുഡേറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. വഴിക്കടവിൽ 3 പേർക്ക് സൂര്യാതപമേറ്റു. ആനമറയിലെ കെണിയമ്പാറ ഷാജഹാൻ ബാബു, മകൻ അൻഫൽ, അയൽവാസി സാബിത്ത് എന്നിവർക്കാണ് സൂര്യാതപമേറ്റത്. തണലിനായി വീട്ടുമുറ്റത്ത് നെറ്റ് വലിച്ചു കെട്ടുന്നതിനിടെയാണ് പുറത്ത് പൊള്ളലേറ്റത്. എടപ്പാൾ കുറ്റിപ്പുറം റോഡിൽ റിലയൻസ് പെട്രോൾ പമ്പിന് സമീപം ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ദമ്പതിമാർക്ക് പരിക്കേറ്റു. മുതൂർ കല്ലാനിക്കാവ് പെരുങ്കാട്ടിൽ വടക്കേതിൽ ശ്രീധരൻ, ഭാര്യ റീത്ത എന്നിവർക്കാണ് പരിക്കേറ്റത്. എരുമയെ കൊന്ന് കാട്ടുപോത്തിന്റെ മാംസമാണെന്ന് പറഞ്ഞ് വിൽപ്പന നടത്തിയ വഴിക്കടവ് സ്വദേശികളായ 3 യുവാക്കൾ തമിഴ്നാട് പോലീസിന്റെ പിടിയിലായി. മരുത കെട്ടുങ്ങൽ തണ്ടുപാറ മുഹമ്മദ് റാഫി, മരുത ചക്കപ്പാടം ചക്കിയത്ത് ജിഷ്ണു, വഴിക്കടവ് കുമ്പങ്ങാട് ജംഷീർ എന്നിവരാണ് പിടിയിലായത്. കുന്നംകുളം കോട്ടൂർ സ്വദേശികളായ പിതാവിനെയും മകനെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ പിടികൂടി. പൊന്നാനി പൊട്ടിലിങ്കൽ വീട്ടിൽ മുഹമ്മദ് ഷഹീറിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. കോട്ടോൽ മാനങ്കണ്ടത്തിൽ വീട്ടിൽ താഹ, മകൻ ഹാഫിസ് എന്നിവരെയാണ് 3 അംഗ സംഘം ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. ഭാരതപ്പുഴയിൽ നിന്നും കടത്താൻ ശ്രമിച്ച 2000 ചാക്ക് മണൽ തിരൂർ CI MK രമേശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടി. ഇതിനായി ഉപയോഗിച്ച 4 വഞ്ചികളും പോലീസ് പിടിച്ചെടുത്തു. പെരുമ്പിലാവിൽ മദ്യലഹരിയിൽ അമിത വേഗതയിൽ അശ്രദ്ധമായി ഓടിച്ച കാർ നാട്ടുകാർ തടഞ്ഞു. കാറിൽ ഉണ്ടായിരുന്നവർ നാട്ടുകാർക്ക് നേരെ തിരിഞ്ഞത് സംഘർഷത്തിനിടയാക്കി. സംഭവത്തിൽ ഡ്രൈവർ ഉൾപ്പെടെ 2 പേരെ കുന്നംകുളം പോലീസ് പിടികൂടി. മലപ്പുറം തിരൂരങ്ങാടി പോക്കാട്ട് വീട്ടിൽ നോഹ്, ചങ്കുവെട്ടി വടക്കൻ വീട്ടിൽ ഷമീർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ചങ്ങരകുളം നൂറടിത്തോട് പറ്റിയതോടെ പൊന്നാനി കോൾ മേഖലയിലെ നെൽകർഷകർ ആശങ്കയിലായി. മഴ ലഭിച്ചില്ലെങ്കിൽ 2000 ഏക്കർ നെൽകൃഷി കരിഞ്ഞുണങ്ങും. നൂറടിത്തോട്ടിൽ ഉയർന്ന ഭാഗങ്ങൾ പൂർണ്ണമായും വറ്റി, മറ്റു ഭാഗങ്ങളിൽ നീർച്ചാലുകൾ മാത്രമാണുള്ളത്. കോട്ടപ്പടി താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് കേന്ദ്രം സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ഇഴയുന്നതായി ആക്ഷേപം. 1 വർഷം മുമ്പ് നിർദ്ദേശിച്ച ഡയാലിസിസ് കേന്ദ്രത്തിന് ആവശ്യമായ എസ്റ്റിമേറ്റ് ബന്ധപ്പെട്ട സെഷനിൽ ഇതുവരെ ലഭ്യമായിട്ടില്ലെന്നാണ് വിവരാവകാശ രേഖ. വൃക്കരോഗികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മലപ്പുറം താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ ഡയാലിസിസ് കേന്ദ്രത്തിനായി നേരത്തെയും ആവശ്യമുയർന്നിരുന്നു. തകർച്ചയുടെ വക്കിലായ പൊന്നാനിയിലെ ഇറിഗേഷൻ സബ് ഡിവിഷൻ ഓഫീസ് സ്ഥലം മാറുന്നു. പൊന്നാനി സിവിൽ സ്റ്റേഷൻ ക്യാമ്പസിൽ പ്രവർത്തിച്ചു വരുന്ന ഓഫീസാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നത്. പുതിയ അനക്സ് കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായാണ് മാറ്റം. ഇതോടെ ടുഡേറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.